ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:25. എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് സംസാരിക്കുന്ന നാഴിക വരുന്നു. ദൈവം മനുഷ്യനായി ക്രിസ്തുവിലൂടെ അവതരിച്ചു. എന്തിനാണ്? മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കാൻ, മനുഷ്യർക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ. അതിന് ദൈവം താഴ്ച ഭവിച്ചു. എങ്കിലും ദൈവകൃപയാൽ ഒരു താഴ്ച വന്നവനായ യേശു. അപ്പോൾ സ്തോത്രം, കർത്താവ് താഴ്ചയുള്ള ശരീരം പ്രാപിച്ചു. എന്തിനാണ്? നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതേ കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ദൈവിക കാര്യങ്ങളുടെ റിയാലിറ്റി ഇതുവരെയും പറഞ്ഞിട്ടില്ല, സദൃശ്യമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതിനേക്കാളും ഒത്തിരി വലുതാണല്ലോ ദൈവവും ദൈവിക കാര്യങ്ങളും. എന്നാൽ ഞാൻ പിതാവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ സ്പഷ്ടമായിട്ട് പറയും. അത് പറയണമെങ്കിൽ നിങ്ങൾ വളരണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കഴിയുമ്പോഴേ നമുക്കിതെല്ലാം ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് പറയുകയാണ്, ഭാഗികമായിട്ടും വിവിധമായിട്ടും. ആത്മീയ ജീവിതത്തിൽ ആഴമുള്ളതും കട്ടിയുള്ളതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തക പഠനം കട്ടിയുള്ളതാണ്, എന്നാൽ അതിനേക്കാളെല്ലാം ആഴമുള്ളതാണ് ഈ വേദഭാഗങ്ങളിൽ നിന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഭാവികരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി മനസ്സ് വെച്ചാൽ പഠിക്കാം. എന്നാൽ ഇത് മനസ്സ് വെച്ച് പഠിക്കുന്നതല്ല, ഇത് വെളിപ്പാടിലൂടെ ഗ്രഹിക്കുന്നതാണ്. കർത്താവ് പറയുകയാണ്, ഇനിയും ഞാൻ സ്പഷ്ടമായിട്ട് പറയും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പറയേണ്ടതില്ല എന്നും തർജ്ജിമകളുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുക കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതായത് പുത്രനും പിതാവും ഒന്നാണ്. പുത്രനെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു, പുത്രനെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു, പുത്രനെ കൈക്കൊള്ളുന്നവനെ പിതാവ് കൈക്കൊള്ളുന്നു, പുത്രനെ തള്ളിക്കളയുന്നവനെ പിതാവ് തള്ളിക്കളയുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ, സത്യങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, അവൻ്റെ ശിഷ്യന്മാർ 29-ാം വാക്യം, ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ സദൃശ്യമായി പറയുന്നതും സ്പഷ്ടമായി പറയുന്നതും രണ്ടും ഈ ശിഷ്യന്മാർക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സ്പഷ്ടമായ കേൾവികൾ പക്വതയിലൂടെ വരുമ്പോൾ കർത്താവ് നമുക്ക് തരും. ആത്മീയ വിഷയങ്ങളുടെ വ്യക്തവും സ്പഷ്ടവുമായ കേൾവികളെ കർത്താവ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.